காதல் வாசமும் காதல் கிறங்கும் சுவாசமும் சாகும் போதும் தீர்ந்திடாது வாரே. காதில் உதைக்கும் பாதமும் மார்பில் கிடக்கும் நேரமும் வாழும் வரைக்கும் தேய்ந்திடாது வா உயிரே. നീ അറിഞ്ഞ പോത്തൻ സാർ ആബ്സെന്റ് ആണ് പോലും. റിയലി പൊളി. ജസ്റ്റ് സെക്കൻഡ്, നിന്നോട് താരം പറഞ്ഞേ. അത് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പിള്ളേരൊക്കെ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന കേട്ടയാ. അപ്പൊ ഞാനൊന്ന് കൺഫേം ആക്കാൻ വേണ്ടിട്ട് ഓഫീസിലും ചെന്ന് നോക്കി, അവിടെ സാറില്ല. അപ്പൊ പിന്നെ ഉറപ്പിക്കാലോ സാർ ആബ്സെന്റ് ആണ്. പൊളി. അപ്പൊ ഫസ്റ്റ് അവർ നോ ക്ലാസ്, സോ സ്ട്രേറ്റ് ടു ക്യാബിൻ. അതൊക്കെ അത്രേ ഉള്ളൂ. എടാ നന്ദൂനെ വിളിക്കണ്ടേ? അവളെ വിളിച്ചില്ല പേടി നമ്മള്. അത് പറഞ്ഞ ശരിയാ, നീ വേഗം അവളെ വിളിക്കും. അത് ഇതുവരെ കിടക്കേന്ന് പോലും എഴുന്നേറ്റിട്ടുണ്ടാവില്ല. വിളിച്ചാട്ടൊന്നും അതിനാ. ഐഷു പറഞ്ഞത് കേട്ട് ഒന്ന് ഓക്കെ എന്ന് മൂളിക്കൊണ്ട് ശ്രവ്യ അവളുടെ ബാഗിൽ നിന്ന് ഫോൺ എടുത്ത് നന്ദുവിനെ വിളിക്കാൻ തുടങ്ങി. ഹലോ നന്ദൂസേ, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ടടി. എന്തുവാടി? അവൻ നിന്നെ തേച്ചാ? അതൊന്നല്ലടി. പിന്നെ എന്താടി? മനുഷ്യന്റെ ഉറക്ക് കളയാൻ വേണ്ടി രാവിലെ തന്നെ വിളിച്ചേക്കോ? ശാപം. ഒരു സമയം എത്രയും എഴുതിച്ച് നോക്ക്. വേഗം ഫ്രഷായി വന്നാട്ടെ. ഫസ്റ്റ് പീരീഡ് പോത്തൻ സാർ. ശ്രവ്യയുടെ ആ പോത്തൻ സാർ എന്നുള്ള നീളം കേട്ട് ഐഷു സംശയത്തോടെ ഒന്ന് ശ്രവ്യയെ നോക്കി. എടി ഐഷു, ഒന്ന് അങ്ങോട്ട് നോക്കിയേ. അയ്യോ കാലം. അല്ല പോത്തൻ സാർ. എന്റെ പുല്ലേ, നീ എന്തെങ്കിലും വിളിച്ചിട്ട് ആളെ കളിയാക്കുന്ന? പോത്തൻ സാർ ബാക്കി പറ, എന്നിട്ട് വേണം എനിക്കൊന്ന് ഉറങ്ങാൻ. ഞാൻ അങ്ങനെ ഇങ്ങോട്ടേക്കാണല്ലോടി വരുന്നേ. എന്താ ചെയ്യപ്പോ? ഈ വഴി എങ്ങോട്ടെങ്ങനെ ഓടിയാലോ? ഓടാനാ? എങ്ങോട്ടോടാൻ? അല്ല പുല്ലേ, നീ ഓടുന്ന കാര്യം പറയാനാണ്? നീ രാവിലെ തന്നെ എന്നെ വിളിച്ച് മനുഷ്യനെ ഉറക്ക് കളയാൻ വേണ്ടിട്ട് ഞാനൊന്നും ഓടാം, നീ തന്നെ ഓടിയാ മതി. ഇവളെക്കൊണ്ട് ക്ഷമാശണം. എന്റെ പൊന്നല്ലേ, എന്റെ പൊന്നു നന്ദൂസേ, ഒരു 5 മിനിറ്റ് ഒന്ന് മിണ്ടാണ്ടിക്ക്. എന്താ പിള്ളേരെ നിങ്ങളുടെ വീട് ഇങ്ങനെ നിൽക്കുന്നത്? ക്ലാസ്സിൽ പോകുന്നില്ലേ? യെസ്, ക്ലാസ്സിലേക്ക് പോവാൻ നോക്കാം. നന്ദനെ വിളിച്ചതായിരുന്നു, അവളെവിടെ എത്തിയും ചോദിക്കാന്. എന്നാ വേഗം സംസാരിച്ച ക്ലാസ്സിലേക്ക് കയറാൻ നോക്കൂ. ഞാൻ 1/2 മണിക്കൂർ കൊണ്ട് ക്ലാസ്സിലെത്തും. അതും പറഞ്ഞ അയാളൊന്നും മിണ്ടാണ്ട് പോയി. അയാൾ അവിടുന്ന് പോയതിന്റെ സമാധാനവും അതേസമയം തന്നെ അയാൾ ഇന്ന് വന്നല്ലോ എന്നുള്ള സങ്കടവും വെറുപ്പും ഒരുതരം മടുപ്പും എല്ലാം കൂടി കലർന്നൊരു മുഖച്ചായമാണ് രണ്ടുപേർക്കും പിന്നീട് ഉണ്ടായത്. മോളെ നന്ദൂസേ, ഫസ്റ്റ് അവർ ആ കാലം പോത്തണ്ടെന്നറിയാലോ. 1/2 മണിക്കൂർ കൊണ്ട് അയാൾ ക്ലാസ്സിൽ കയറും. അതുകൊണ്ട് പൊന്നുമോള് വേഗം എഴുന്നേറ്റ് പല്ലും തേച്ചൊന്നും ഇങ്ങോട്ട് വാ. ഭക്ഷണം നമുക്ക് ഇവിടെ ഹാബിന്ന് ഇന്റർവെല്ലിന് കഴിക്കാം. ഇതാണോടി പുല്ലേ നിന്റെ ഹാപ്പി ന്യൂസ്? നീ ആ പോത്തൻ സാറ് ഹാപ്പി ന്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കരുതി അയാൾ ചത്തുന്നാണ്. ഞാനിന്ന് വരൂല്ല, പോടി പുള്ളിയാർക്ക് ഉറങ്ങണോ? ലീവാന്നാ? പൊന്നു മോളെ, ദീപത്തിന്റെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് കാലടിച്ചു പിടിക്കും. മര്യാദക്ക് വന്നു. അയ്യോ അതൊന്നും വേണ്ട, ഞാൻ വന്നേക്കാവേ. ഇതാണ് ഈ കഥയിലെ മുഖ്യ കഥാപാത്രം, നന്ദൂസ് അഥവാ നന്ദന. ഈ പുള്ളിക്കാരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആരെന്ത് പറഞ്ഞാലും അത് നേരെ വിപരീതം മാത്രം ചെയ്യുന്നൊരു ടൈപ്പ് സാധനമാണ്. അതിന് എക്സാമ്പിളായിട്ട് ദയ്യത്ത് കാണിക്കാം വരുന്നുണ്ട്. ഇഷ്ടം പോലെ കിടക്കുവാണ്. കയ്യിലിരിപ്പ് ചെറുതൊന്നുമല്ല, വികൃതിന്ന് വെച്ച അങ്ങേയറ്റം വികൃതിയാണ്. പിന്നെ എല്ലാവരുടെയും ഒരു കുഞ്ഞി കാന്താരി പെണ്ണാണ് ഇവള്. നീനാമാ കോഫി. ഇതേ പെണ്ണെ, നിനക്ക് ഈ പല്ല് തേപ്പും കുളിയൊന്നുമില്ലേ? ഒന്ന് പോ നീനാമ, ഞാനിതൊക്കെ ചെയ്തിന് കേട്ടോ. ഓ ചെയ്തിനല്ലേ? എന്താ എന്റെ മോളൊന്ന് ഇങ്ങോട്ട് വന്നേ, ഞാനൊന്ന് തല തൊട്ട് നോക്കട്ടെ നനവുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അല്ല, അതൊന്നും തലയൊക്കെ തൊട്ടേണ്ട ആവശ്യം. ഞാൻ പല വിളിച്ചെന്ന് പറഞ്ഞിരുന്നല്ലോ, ഞാൻ പല്ല് കഴിച്ചെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ.
എൻ്റെ പൊന്നു മോളെ, നീ കോളേജിലേക്കാണ് പോകുന്നതെന്നുള്ളൊരു ബോധം വേണം. കോളേജിൽ പോകുമ്പോൾ ഒന്ന് രാവിലെ എഴുന്നേച്ച് മേലൊക്കെ കഴുകി ഒന്ന് തലയൊക്കെ കുളിച്ചിരുന്നെങ്കിൽ കുറച്ച് ശുദ്ധി ഉണ്ടാവുമായിരുന്നു. എൻ്റെ അമ്മ ഇത് ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? ഇപ്പോൾ ഉള്ള ആരെങ്കിലും ഉണ്ട് ഈ രാവിലെ കുളിച്ചൊരുങ്ങിയിട്ടാണ് കോളേജിൽ പോകുന്നത്? രാവിലെ തന്നെ തുടങ്ങിയോ അമ്മയും മോളും തമ്മിലുള്ള ഈ വാക്ക് തർക്കം? ഞാനല്ല അച്ഛ, ഈ അമ്മയാ വെറുതെ ഇടങ്ങാറാക്കുന്നത്. ആ അതേടി, ഞാനാ നിന്നെ ഇടങ്ങാറാക്കുന്നത്. എന്നാലും നിനക്ക് കുളിക്കാനും നടക്കാനൊന്നും പറ്റൂല. എൻ്റെ പൊന്നമ്മ നിങ്ങളൊന്ന് നിർത്തിയാട്ടെ. നിങ്ങൾക്കറിയാലോ അവളെ കുറിച്ച്, അതങ്ങനെയാ. പിന്നെ വെറുതെ എന്തിനാ? നന്ദൂസേ, നീ ഓൾറെഡി ലേറ്റ് ആയി. ഇനി ഇവിടെ നിൽക്കാണ്ട് വേഗം പോയാട്ടെ. അത് പറഞ്ഞ ശരിയാണല്ലോ. നീ പോട്ടെ, അതിന് വേഗം കോളേജിൽ ഇറക്കി തന്നാട്ടെ. ഞാൻ ഫസ്റ്റ് പീരീഡ് തന്നെ പോത്തൻ കാലില്ല. എത്തിയില്ലെങ്കിൽ അയാൾ എന്നെ ഗെറ്റ് ഔട്ട് അടിക്കും. പിന്നെ അയാൾ ഉപദേശം കേൾക്കേണ്ടി വരും. ഒന്ന് വേഗം വന്നാട്ടെ. വാ പോവാം. ആ പിന്നെ പാറു, ഞാൻ ഇവിടെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരാം. നീ വേഗം റെഡിയായി നിൽക്ക്. നമുക്ക് ഒരുമിച്ച് ഹോസ്പിറ്റലിൽ പോവാം. അമ്മ, അച്ഛ, പാർവതി, ബൈ ബൈ. ഈവനിങ് കാണാം കേട്ടോ. മക്കൾസ്, ക്യാൻറ്റീൻ പോവാ. നല്ല വിശപ്പുണ്ട്. ഒരാനനെ തിന്നാനുള്ള അത്രയും ഉണ്ട് വിശപ്പ്. വേഗം വന്നാട്ടെ, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. പ്രശ്നം എടി, ഇതെന്ത് പറ്റിയെന്ന്? ക്യാൻറ്റീനും മൊത്തം കാലിയാണല്ലോ. അല്ലെങ്കിൽ ഇവിടെ കലകല എന്നുള്ള ബഹളല്ലേ. ഇന്ന് ഒറ്റ മനുഷ്യനെയും കാണുന്നില്ലല്ലോ. എടാ, അത് ഇന്ന് വൈകുന്നേരമല്ലേ നമ്മുടെ മാസ്റ്റർ കിങ്സ് ആൻഡ് ക്വീൻ വരുന്നത്? അതിന്റെ ഏർപ്പാടിലായിരിക്കും. പിള്ളേരെ ഓഡിറ്റോറിയം റെഡിയാക്കണ്ടേ? മാസ്റ്റർ കിങ്സ് ആൻഡ് ക്വീനോ? അതെന്ത് ടീമാടാ? എടി, ഇതിന്റെ ഏട്ടന്റെയും ആ ഫ്രണ്ട്സ് ഗ്യാങ് ഇല്ലേ, അവരാണ് ഈ മാസ്റ്റർ കിങ്സ് ആൻഡ് ക്വീൻ. ഓ, അവരുടെ ഗ്യാങ്. അങ്ങനെ പറ. അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് നല്ല മുരിഞ്ഞ 3 മസാല ദോശ കേട്ടാം. അത് പോയിന്റ്. ഫുഡ് മുഖ്യം വീട്ടിലേ. പാപ്പേട്ടാ, 3 മുരിഞ്ഞ മസാല ദോശ, 2 ചായ, 1 കോഫി. വേഗം തന്നെ. ഡി ഐഷു, എന്റെ അനിയത്തിയും ഫ്രണ്ട്സും ഇവിടെ വരുന്നു. ഗൈസ്, എന്റെ ചേച്ചിയും ഫ്രണ്ട്സും അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് വിട്ടാലോ? നിനക്കെന്താടി, ക്ലാസ് ഒന്നുമില്ലേ? ക്ലാസ് അല്ലേ? ഇന്റർവെൽ ടൈമിൽ കൊണ്ടാച്ചാണ് പുല്ലെ ക്ലാസ്. പുല്ലെന്നോ? പുല്ല് നിന്റെ മറ്റോനടി. അന്തോനെ പറഞ്ഞല്ലേ പൊന്നു മോളെ, നീ വിവരറിയോ? അതെ, ഈ ചേച്ചി അനിയത്തി ഒന്ന് അടി നിർത്തുന്നുണ്ടോ? ക്യാൻറ്റീനിൽ വന്നത് ഫുഡ് കഴിക്കാനോ? ഫുഡ് കഴിക്കാതെയോ? എന്നിട്ട് മതി ബാക്കി അടിയൊക്കെ. നിനക്കുള്ളത് ഞാൻ വീട്ടിൽ നിന്ന് തരടി. ഏടിക്കുട്ടി ഐറ്റുട്ടി, ബിഹേവ്. നോ. ചേച്ചിയല്ലേ ഇന്നലെ നമ്മളെ കോളേജ് BTS ഇൻസ്റ്റാ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത്? അത് ഞാനാ. ബട്ട് ഹൗ യു നോ ദാറ്റ്? അത് ഞാൻ ആ ഗ്രൂപ്പിൽ ഫുൾ ടൈം ആക്റ്റീവാണ്. അപ്പോൾ ആരൊക്കെ പുതിയത് ജോയിൻ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഞാൻ നോക്കാറുണ്ട്. അങ്ങനെ ഞാൻ ഇന്നലെ ചേച്ചീനെ കണ്ടതാണ് അതിൽ. അല്ല, ഒരു മിനിറ്റ്, ആ ഗ്രൂപ്പിൽ നീ ജോയിൻ ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്തിനാ മോള് ജോയിൻ ചെയ്തത്? നീ ഒരു ആർമിയാന്നുള്ളത് മറ്റുള്ളവരെ കാണിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെയല്ലേ വിളമ്പിയത്? ഇപ്പം എന്ത് പറ്റി എൻ്റെ മോക്ക്? അത് വേറൊന്നുമില്ലടാ. അത് ഞാൻ ഏട്ടനോട് വെറുതെ ചോദിച്ചു, ഇങ്ങനെ ഗ്രൂപ്പ് ഉണ്ട്, ഞാൻ ജോയിൻ ചെയ്തോട്ടെന്ന്. അപ്പോൾ ഓൻ പറഞ്ഞു ജോയിൻ ചെയ്യണ്ടെന്ന്. പിന്നെ നിങ്ങൾക്കറിയാലോ എന്നെ കുറിച്ച്, ആരെന്ത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ഞാൻ ചെയ്യുമല്ലോ. ഓൻ ജോയിൻ ചെയ്യണ്ടെന്ന് പറഞ്ഞു, ഞാൻ ജോയിൻ ചെയ്തു. ദാറ്റ്സ് ഓൾ. എനിക്ക് തോന്നിയത് നോട്ടെ, ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെയായിരിക്കും മോള് ജോയിൻ ചെയ്തേന്ന്. എടി, വല്ലപ്പോഴൊക്കെ മറ്റുള്ളവർ പറയുന്ന കേൾക്ക്. ഒന്ന് നന്നായി കൂടെ നിനക്ക്. ചേച്ചി, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാനൊരു ചെറിയ അഡ്വൈസ് തരട്ടെ. ഇത് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു അഡ്വൈസാന്ന് തന്നെ കൂട്ടിക്കും. വല്ലപ്പോഴൊക്കെ നമ്മളെ കൂടെയുള്ളവർ പറയുന്നതൊക്കെ ഒന്ന് കേൾക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ അവർ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ പോയിന്റ് ഉണ്ടാവും. ചെയ്യരുതെന്ന് പറഞ്ഞാൽ പിന്നെ അത് ചെയ്യണ്ട. ചിലപ്പം ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പറ്റിയാൽ കുറ്റബോധമായിരിക്കും. അന്ന് അവർ പറയുന്ന കേട്ടിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ട്. അതെ ചേച്ചി, ഞങ്ങൾ ഇന്നലെ ചേച്ചിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ. ചേച്ചി ഗ്രൂപ്പ് ജോയിൻ ചെയ്ത പാടെ തന്നെ. ചേച്ചി എന്നിട്ട് റിപ്ലൈ എന്ത് തരാത്തത്? നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചു? എപ്പോ? ഞാൻ കണ്ടില്ലല്ലോ. ഇതിൽ നിങ്ങളെ മെസ്സേജസ് ഒന്നും കാണുന്നില്ലല്ലോ. ഗ്രൂപ്പിലാണോ നിങ്ങളെ മെസ്സേജ് അയച്ചത്? അല്ല, ഗ്രൂപ്പിൽ എന്നെ മെൻഷൻ ചെയ്തിട്ടുള്ളൊരു മെസ്സേജും കണ്ടിട്ടില്ലല്ലോ.
അത് ചേച്ചി ആ മെസ്സേജ് നോക്കി നോക്ക്. അക്ഷയ് എന്ന് പറയുന്ന ഒരാളെ മെസ്സേജ് അല്ലേ, അത് ഞങ്ങളെ ഏട്ടനാ. നമ്മളെ ഏട്ടൻ്റെ ഐ ഡിയാണ് യൂസ് ചെയ്യാറ് ഗ്രൂപ്പിലൊക്കെ. അപ്പോൾ ഏട്ടൻ്റെ ഐ ഡി എന്നാ ചേച്ചിക്ക് മെസ്സേജ് അയച്ചത് ഇന്നലെ. അല്ല, ഇതിൻ്റെ ഏട്ടൻ്റെ ഐ ഡിയിൽ നിന്ന് മെസ്സേജ് അയക്കുന്നത്. നിങ്ങൾ ഇൻസ്റ്റ യൂസ് ചെയ്യാറില്ലേ? ഇല്ല ചേച്ചി, ഞങ്ങൾ ഇൻസ്റ്റ യൂസ് ചെയ്യാറില്ല. അത് വേറൊന്നുമല്ല, ഇൻസ്റ്റഗ്രാം വെറുതെ ഇങ്ങനെ റീൽസ് കാണാനും പിന്നെ ആർക്കെങ്കിലും ഒക്കെ മെസ്സേജ് അയക്കാനുമാണല്ലോ. റീൽസ് കാണാനും മെസ്സേജ് അയക്കാനൊക്കെ ഏട്ടൻ്റെ ഇൻസ്റ്റ യൂസ് ചെയ്യും. പിന്നെ ആ ഏട്ടന്മാരെ ഗ്യാങ്ങിലെ, നമ്മുടെ ഏട്ടന്മാരെ ഗ്യാങ്ങിലെ എൻ്റെ ഏട്ടൻ അക്ഷയ് ഏട്ടൻ മാത്രമാണ് സിംഗിളായിട്ടുള്ളത്. അപ്പോൾ ഈ വഴി എങ്ങാനും നമ്മളെ കോളേജിലായിരിക്കെങ്കിലും അക്ഷയ് ഏട്ടൻ സെറ്റാക്കി കൊടുക്കാമല്ലോ എന്നൊരു പ്ലാനിങ് കൂട്ടിയിട്ടാണ് ഞങ്ങൾ ഏട്ടൻ്റെ ഐ ഡി വെച്ച് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത്. അങ്ങനെയാണ് വെച്ചു സിനിമ സുപ്രിയൻ അക്ഷയേട്ടന് സെറ്റാക്കി കൊടുത്തൂടെ? ഓക്ക് അക്ഷയിനെ ഭയങ്കര ഇഷ്ടമാണല്ലോ, കുറെ ആയില്ല അക്ഷയേട്ടന്റെ പിന്നാലെ കൂടെ നടക്കുന്നത്. എടി പോട്ടെ, അക്ഷയേട്ടന് ഒരു പെണ്ണിനെ സെറ്റാക്കി കൊടുക്കണം എന്നാണ് ഇവള് പറഞ്ഞത്, അല്ലാതെ അക്ഷയേട്ടന്റെ കാലനെ എടുത്തു കൊണ്ടുപോയി കൊടുക്കണം എന്നല്ല. അതങ്ങാന് വീട്ടിൽ വന്നാല് കുടുംബം 4 വഴിക്കാക്കി തരും. എന്തിനാ വെറുതെ അക്ഷയേട്ടന്റെ ജീവിതം തുറക്കുന്നു? നിങ്ങളിപ്പോൾ ഏത് സുപ്രിയെ കുറിച്ചാണ് പറയുന്നത്? ഏട്ടാ, അത് നമ്മളെ 5th ഇയറിൽ പഠിക്കുന്ന. ഇനി പറയേണ്ട ആവശ്യമൊന്നുമില്ല, എക്സ്പ്ലെയിൻ ചെയ്തേണ്ട ആവശ്യമില്ല. എന്തോ ആ വരുന്ന കാലത്തെയാണ് ഇവർ ഈ പറയുന്ന അക്ഷയേട്ടന്റെ കാലത്ത്. എടാ അച്ചു വിച്ചു, എന്റെ കണ്ണിന്റെ കുഴപ്പമാണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആണോ എന്നറിയില്ല. എന്റെ കണ്ണില് ആ കാലത്തിയുടെ വരവ് ഇങ്ങോട്ടേക്കാണെന്ന് തോന്നുന്നു. ഏട്ടാ, ഇത് നിന്റെ കണ്ണിന്റെ കുഴപ്പമൊന്നുമില്ല, ആ കാലത്ത് ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. ഹായ് അക്ഷത, നീ എന്താ ഇവിടെ? ക്ലാസ്സൊക്കെ ആയിരുന്നില്ലേ? ഇല്ല, നമുക്ക് ഇനി ക്ലാസ് ഇല്ല. വൈകുന്നേരം ഓഡിറ്റോറിയത്തിൽ പ്രോഗ്രാം ഇല്ലേ, അപ്പോൾ അതുകൊണ്ട് ടീച്ചേഴ്സിനൊക്കെ അവിടെ എന്തെല്ലോ വർക്ക് ഉണ്ട് ചെയ്യാനൊക്കെ, അതുകൊണ്ട് ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞു. ഓ ഓക്കെ ഓക്കെ ഓക്കെ. അക്ഷയേട്ടനും വരുന്നില്ലേ? എടാ, നീ അക്ഷയേട്ടനോട് ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞോ? അയ്യോ ചേച്ചി, അക്ഷയേട്ടൻ മാത്രമല്ല, വിശാലേട്ടനും നിവേദേട്ടനും കാർത്തികേട്ടനും പാർവണ ചേച്ചിയും രോഹിത്തേട്ടനും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി, ഈ വെറുതെ അക്ഷയേട്ടൻ്റെ പിന്നാലെ നടക്കണ്ട. അക്ഷയേട്ടൻ കമ്മിറ്റഡായി. ഇതാണ് അക്ഷയേട്ടൻ്റെ ഗേൾഫ്രണ്ട് മിസ് നന്ദന, നിവേദേട്ടൻ്റെ സിസ്റ്ററും കൂടിയാണ്. ആ വഴിയാണ് ഇവർ സെറ്റായത്. ഇനി വെറുതെ അക്ഷയേട്ടൻ്റെ പിന്നാലെ നടന്ന് ഏച്ചിൻ്റെ ചെരുപ്പ് തയ്ക്കണ്ട, വേറെ ആരെങ്കിലും നോക്കിക്കോ. ഇതൊക്കെ പറയാൻ നീ ആരടി? ഞാൻ നിന്നോടല്ല ചോദിച്ചത്, ഇവളോടാ. ഇവള് പറയട്ടെ. വലിയ ആളാവാൻ നിൽക്കണ്ട കേട്ടോ മോളെ. ഇവളാരാന്നാ ചേച്ചിക്ക് അറിയാനുണ്ടെങ്കിൽ ഇവൾ എൻ്റെയും അക്ഷയേട്ടനെയും സിസ്റ്ററാണ്, പോരെ? പിന്നെ ഇവള് പറഞ്ഞ സത്യമാണ്, അക്ഷയേട്ടനും നന്ദിനേച്ചി കമ്മിറ്റഡായി. ഞാനാണ് ഇവരെ സെറ്റാക്കി കൊടുത്തത്. ഇനി മേല എൻ്റെയോ അക്ഷയേട്ടൻ്റെയോ ഞങ്ങളുടെയോ ഇടയിൽ പോലും വരരുത്. നന്ദിച്ചി, ഐ എം സോറി അങ്ങനെ പറഞ്ഞതിന്. ആ ചേച്ചീൻ്റെ ശല്യം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാ. സോറി കേട്ടോ. സോറീൻ്റെ ഒന്നും ആവശ്യമില്ലടാ. സുപ്രിയൻ എനിക്ക് ഞാൻ ഈ കോളേജിൽ വന്നവിടെ എന്നെ എനിക്ക് നല്ലോണം മനസ്സിലായതാ. അതിനിട്ട് പണി കൊടുക്കാൻ ഞാനും കുറേ ആയി ആലോചിക്കുന്നു. ഈ വഴിയാണെങ്കിൽ ഈ വഴി, അതിൻ്റെ ആ വളിഞ്ഞ മുഖം ഒന്ന് കാണാൻ പറ്റിയാൽ അത് മതി, കുഴപ്പമൊന്നുമില്ലടാ. നന്ദിച്ചി, ഇപ്പം ഞാൻ പറഞ്ഞ കള്ളം വേണമെങ്കിൽ റിയൽ ആക്കാൻ ഞമ്മക്കും ഒക്കെയാണ് കേട്ടോ. ഞമ്മൾ വേണേൽ സെറ്റാക്കി തരാം. ഏച്ചി ഒന്ന് ഓക്കെയെന്ന് പറഞ്ഞാൽ മതി. അക്ഷയേട്ടനെ കൊണ്ട് ഏച്ചീനെ നോക്കിയിട്ട് ഞങ്ങൾ ഏറ്റ്. അതെ, ഇനിയുള്ള ദിവസം മക്കൾക്ക് ക്ലാസ്സില്ല, പക്ഷേ ഈ ഞമ്മക്ക് ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് മക്കളെ വിടുന്നു കണ്ടെത്തിരി, ഞങ്ങളെ ക്ലാസ്സിൽ പോട്ടെ. ലഞ്ച് ബ്രേക്കിന് കാണാം കേട്ടോ. ബൈ. അങ്ങനെ ഈവനിങ് എല്ലാവരും ഒറ്റ നോക്കിക്കൊണ്ടിരുന്ന മാസ്റ്റർ കിങ്സ് ആൻഡ് ക്വീൻ, അവിടുത്തെ മുൻ വിദ്യാർത്ഥികളായ അവർ എത്തി. പരിപാടിയൊക്കെ ഗംഭീരമായി കഴിഞ്ഞു. അതിനുശേഷം എനിക്കൊരു ഡൗട്ട്. സപ്പോസ് സുപ്രിയ അങ്ങനെ അക്ഷയേട്ടനടുത്ത് പോയി ചോദിച്ചാലോ നിങ്ങൾ കമ്മിറ്റഡ് ആണോ എന്ന്? അപ്പൊ അവള് സത്യം അറിയൂലേ നീ കള്ളാ പറഞ്ഞേന്ന്?
അതോർത്ത് ചേച്ചിമാരെ പേടിക്കണ്ട. ഞങ്ങൾ ഈ സംഭവം ഉണ്ടായപ്പം തന്നെ അക്ഷയേട്ടനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഉണ്ടായിന് അവളുടെ കൂടെ നിന്നോളണമെന്ന്. എന്നിട്ട് അച്ചൂസേ എവിടുത്തെ എൻ്റെ ബോയ് ഫ്രണ്ട്? ഞാനൊന്നും മര്യാദയ്ക്ക് മിണ്ടിയിട്ട് പോലും ഇല്ല അങ്ങേരോട്. നന്ദേച്ചി ഇത് അക്ഷയേട്ടൻ. മാനങ്കളിയല്ലേ ഇങ്ങനെ മയത്തരമായി നോക്ക്. ഒന്ന് പോടിയായിരുന്നു. അപ്പോ ഇതാണല്ലേ എന്റെ ഗേൾഫ്രണ്ട്? ഗേൾഫ്രണ്ടാ? സത്യമായിട്ട് മാറി നീ എപ്പോഴും ഞമ്മളോട് പറയണ സെറ്റായത്? ഓ അത് നിങ്ങൾ അറിഞ്ഞില്ല അല്ലേ? എന്റെ 2 പെങ്ങന്മാരും കൂടിയിട്ടേ എനിക്കൊരു ഗേൾഫ്രണ്ടിനെ സെറ്റാക്കി തന്നു. ആ ഗേൾഫ്രണ്ടാണ് ഈ നിൽക്കുന്നവള്. അച്ചു ബിച്ചു എന്താ ഇത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടെ. എന്റെ പൊന്ന് കാർത്തികേട്ടാ, സത്യം പറയാലോ എനിക്ക് ഇതിൽ യാതൊരു ബന്ധവുമില്ല. എല്ലാം ഈ വിച്ച് ഒപ്പിച്ചതാ. എന്നെ വെറുതെ വിട്ടേക്ക്. അച്ചു കൂടെ നിന്ന് നീയും എന്നെ ചതിച്ചുവല്ലേ? ഞാനിത് എങ്ങനെ സഹിക്കും? പൊന്നു മോളെ ഇവിടെ നിന്ന് സീരിയൽ കളിക്കാണ്ട് എന്താ ഇതൊന്ന് പറഞ്ഞു തന്നട്ടെ. ഇതൊന്നും ഇല്ല വിശാലേട്ടാ. ആ സുപ്പ എന്നും വന്നിനായിരുന്നു. അക്ഷയേട്ടനോട് കാര്യം പറഞ്ഞു, അക്ഷയേട്ടൻ എന്നെ നോക്കൂ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതിനെ ഒന്ന് മാറ്റാൻ വേണ്ടി ഞാൻ വെറുതെ തള്ളി മറിച്ചതാ. അക്ഷയേട്ടനും നന്ദനേച്ചും നമ്മൾ സെറ്റാക്കിയത് ഞാനും ഇവളും കൂടിയായത്. പിന്നെ അക്ഷയേട്ടനിത് അങ്ങനെ കൊളാക്കോന്നുള്ള പേടിച്ചിട്ടാണ് അക്ഷയേട്ടനോട് നമ്മൾ ഈ കാര്യം പറഞ്ഞത്. അതുകൊണ്ട് അക്ഷയേട്ടന് ഇങ്ങനെ ഇതാക്കുന്ന അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല. എന്നാലും എന്റെ ബിച്ചൂസേ അക്ഷയ്ക്ക് സെറ്റാക്കി കൊടുക്കാൻ ഈ കുട്ടിക്കാന്തരീനെ മാത്രമേ നിനക്ക് കിട്ടിയിട്ടുള്ളൂ. വേറെ എത്ര നല്ല പെൺപിള്ളേരുണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ പോരായിരുന്നോ? ഞങ്ങളെ ഹോസ്പിറ്റലിൽ ആരെങ്കിലും കാണിച്ചു തരൂലായിരുന്നോ? കുട്ടിക്കാന്തരിന്റെ കിട്ടിയോള് മാരാത്തലയാ. നന്ദുസേ ഓ സോറി പാർവതി, ഈ മരത്തലയും കാരണം. മതി മതി എല്ലാരും നിർത്തിക്കേ. എനക്കൊരു കാര്യം പറയാനുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് പറയാന്ന് വിചാരിച്ചതാണ്, ബട്ട് ഇവരും കൂടി ഉണ്ടാവണല്ലോ ഈ കാര്യം പറയാൻ. അതുകൊണ്ടാണ് ഇവിടുന്ന് പറയാന്ന് പ്ലാൻ ചെയ്തത്. ഒരു ചെറിയ ഹാപ്പി ന്യൂസ് ഉണ്ട് ഗൈസ്. പാറു 2 months പ്രഗ്നന്റ് ആണ്. ഇതാണോടെ പുല്ല് നിന്റെ ചെറിയ ഹാപ്പി ന്യൂസ്? ഇത് എത്ര വലിയ ഹാപ്പി ന്യൂസ് ആണെന്ന് അറിയാവോ? ഞങ്ങളുടെ കൂട്ടത്തിൽ ആദ്യത്തെ കുഞ്ഞവ വരാൻ പോവാണ്. എന്നിട്ട് നീ ചെറിയ ഹാപ്പി ന്യൂസ് എന്ന് പറയുന്നു? പാർവതി ശരിക്കും കൊച്ചു കള്ളി പണി പറ്റിച്ചല്ലേ. ഒന്ന് പോടിയാടുന്ന്. എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമായി. അങ്ങനെ ഞാനൊരു ആന്റി ആവാൻ പോവാ. ലവ് യു ചേച്ചി. എല്ലാം ഇവിടെ ഇങ്ങനെ നിന്നാ മതിയോ? ഈ ഒരു കാര്യം ആഘോഷിക്കണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും. പിന്നെ ആഘോഷിക്കാണ്ട് മോളെ വേഗം ചെലവെടുത്തോ. അതെ ഞങ്ങൾ യോജിക്കുന്നു. കാർത്തികേട്ടനോടും വിശാലേട്ടനോടൊപ്പം ഞങ്ങൾക്ക് ചെലവ് വേണം. വേഗം താ. ചെലവൊക്കെ സെറ്റാണ്, ബട്ട് എവിടെ പോണം എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യണം. അതെ എപ്പോഴത്തെ പോലെ ഈ പബ്ബ് അല്ലെങ്കിൽ നല്ല റെസ്റ്റോറന്റ് അവിടെയൊന്നും പോയി ഇതാക്കണ്ട. നമുക്ക് ഇത്തവണ ഒരു വെറൈറ്റി പിടിക്കാം. പാർട്ടി തരാൻ പബ്ബ് അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല റെസ്റ്റോറന്റ് ഇതല്ലാണ്ട് വേറെന്താ ഉണ്ടാവുക? എന്ത് വെറൈറ്റി ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുക? എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും, ഒന്ന് ആലോചിക്കും. രാത്രിയിലെ തട്ടുകട. ഇത് നല്ല ഐഡിയ ആണല്ലോ. തട്ടുകട. നമ്മൾ ഇതുവരെ ആരും ഇങ്ങനെ തട്ടുകടയിൽ പോയി കഴിച്ചിട്ടൊന്നുമില്ലല്ലോ. പ്രത്യേകിച്ച് ഇവന്മാരൊന്നും ഇതുവരെ തട്ടുകടയിൽ പോയി കഴിച്ചിട്ടില്ല. അപ്പൊ നമുക്കിന്ന് തട്ടുകടയിൽ പോവാം അല്ലേ? അതെ ഞങ്ങളൊന്നും ഇതുവരെ തട്ടുകടയിൽ പോയിട്ടില്ല. ക്ലാസ്സിലെ പിള്ളേരൊക്കെ പറയുന്നൊക്കെ രാത്രി തട്ടുകടയിൽ പോയിട്ട് അവിടുത്തെ മുരിഞ്ഞ ദോശയും ഓംപ്ലേറ്റും ഒക്കെ കഴിക്കാൻ എന്ത് രസാന്നൊക്കെ. അപ്പം നമുക്കിന്ന് തട്ടുകടയിൽ തന്നെ പോകണം. അതുപോലെ തന്നെ എനിക്ക് മുളക ബജിയും കഴിക്കണം. തട്ടുകടയത്തെ മുളക ബജി
നിങ്ങളെന്നും വീട്ടിലേക്ക് വാങ്ങിച്ചു കൊണ്ടുവരല്ലേ ചെയ്യുന്നത്. ഇന്ന് നമുക്ക് തട്ടുകടയിൽ നിന്ന് കഴിക്കാം. സെറ്റാവും. അപ്പം പിന്നെ തട്ടുകട ഫിക്സ് ചെയ്യാം അല്ലേ? അല്ല, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കണം എന്ന് വിചാരിച്ചാ. രോഹിത് ഏട്ടനെടുത്തു. രോഹിത് ഏട്ടൻ എന്താ വരാഞ്ഞെന്ന്? എടാ അതവന് നീ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. രോഹിത് എവിടെയെന്ന് പറഞ്ഞേക്കാളും മുമ്പേ എനിക്ക് ആദ്യം നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങളുടെ ഒക്കെ ഫ്രണ്ട് അനർഘി എടുത്തു, അവളെന്താ ഇന്ന് വരാഞ്ഞേ? അനർക്ക അത് അനൂട്ടിക്ക് ഇന്ന് പനിയാന്ന് പറഞ്ഞു. അതുകൊണ്ട് അവളിന്ന് ലീവ്. ഉറപ്പാണോ? അനൂട്ടിക്ക് ഇന്ന് പനി ആയതുകൊണ്ട് തന്നെയാണോ ലീവ് എടുത്തത്? എന്നിട്ട് ഈ ഫോൺ എടുത്തൊന്ന് അനൂട്ടീനെ വിളിച്ച. അവൾക്ക് എന്തുകൊണ്ടെന്ന് ലീവ് നിനക്ക് അറിഞ്ഞേ മതിയാവും. ഒരു മിനിറ്റ് രോഹിത് ചേട്ടാ, ആരോ വിളിക്കുന്നു. ഞാൻ ഒന്ന് ഫോൺ എടുത്ത് നോക്കട്ടെ. ആരാടി വിളിച്ചേ? എന്തോ നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്ന? രോഹിത് ചേട്ടാ, നിതയാ വിളിക്കുന്നേ. എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടാ. സഹവേളങ്ങനെ അറിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവളെ വിളിക്കൂല. പേടിയാന്ന്. എന്റെ അനൂസ്, നീ ഇങ്ങനെ ടെൻഷൻ എടുക്കാണ്ട് ആദ്യം ആ ഫോൺ എടുക്ക്. അതിരിക്കുന്ന ക്ലാസ് ഇല്ലാലോ, നീ പിന്നെ പോരാ എനിക്ക് ഇന്ന് സുഖമില്ലാന്ന് പറഞ്ഞിട്ടല്ലേ ലീവ് എടുത്തത്. അതുകൊണ്ട് നിനക്കിപ്പോ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും വിളിക്കുന്നത്. നീ ആ ബാത്റൂമിൽ പോയി ആദ്യം ഫോൺ എടുക്ക്, തിരിച്ചവരങ്ങോട്ട് വിളിക്കുക. കോള് കട്ടായില്ലേ? തിരിച്ച് വിളിക്കാം അല്ലേ? ചിലപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും അവരെന്നെ വിളിച്ചത്. രോഹിത് നിങ്ങളൊന്ന് ഇവിടെ വെയിറ്റ്. ഞാൻ ബാത്റൂം പോയിട്ട് അവരെ തിരിച്ച് വിളിച്ചിട്ട് വരുന്നേട്ടാ. ഹലോ, ആ എടി, എന്താടി വിളിച്ചേ? നീ എന്താടി നേരത്തെ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാണ്ടെന്ന്? ഓ അത് ഞാൻ വാഷ്റൂമിലായിരുന്നു അടി. ഇപ്പം വന്നപ്പോഴാ കോള് കണ്ട്. അപ്പം തന്നെ ഞാൻ നിങ്ങളെ തിരിച്ചു വിളിച്ചു. എന്തിനോടാ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ലടി. നിന്റെ വയറ് വേദന എങ്ങനെയുണ്ടെന്നറിയാൻ വേണ്ടി വിളിച്ച. ഓ ആണോ? ആ ഇപ്പൊ കുറവുണ്ടടാ വയറുവേദന. രാവിലത്തെ അത്ര സീനൊന്നുമില്ല. ഓ ഓക്കെ ഓക്കെ ഓക്കെ, എന്നാ ശരിയടി. ആ എടി ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ പാർവതിക്ക് പ്രഗ്നന്റാ. അപ്പൊ ഇന്ന് രാത്രി ചെറിയൊരു പാർട്ടി ഉണ്ട്. നീ എന്തായാലും വരണം കേട്ടോ. ശരിക്കും? എന്റെ പൊന്നോ, എത്ര വലിയ ഹാപ്പി ന്യൂസ് ആടി. ഉറപ്പായിട്ടും പാർട്ടി വേണം. അല്ല, എവിടെ വെച്ച പാർട്ടി? നീ എനിക്ക് ലൊക്കേഷൻ അയക്കും. ഞാൻ രോഹിത് ഏട്ടനോടൊപ്പം വരാം. രോഹിത് ഏട്ടനോടൊപ്പോ? എന്താ രോഹിത് ഏട്ടനുണ്ടോ അവിടെ? രോഹിത് ഏട്ടനോ? രോഹിത് ഏട്ടൻ വിടുന്നില്ല. അല്ല, വരുമ്പോ എന്തായാലും ഈ രാത്രി പാർട്ടിക്ക് തന്നെ ഒറ്റയ്ക്ക് വിടുവൊന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ രോഹിത് ഏട്ടനോടൊപ്പം വരാന്ന് പറഞ്ഞതാണ്. ശരി, ലൊക്കേഷൻ ഞാനാണ്. അപ്പൊ മോള് വാ. എടി, എന്താ അവര് പറഞ്ഞത്? പിടിച്ചോ? ഇല്ല രോഹിത് ഏട്ടാ, അവര് എനിക്ക് വയറുവേദന എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു, അത്രേ ഉള്ളൂ. ആ പിന്നെ പാർവച്ച് പ്രഗ്നന്റാന്നും കൂടി പറഞ്ഞു. ഇന്ന് നൈറ്റ് പാർട്ടി ഉണ്ട്. സോ ലൊക്കേഷൻ അയച്ചു തരാം, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ആ പാറു പ്രഗ്നന്റ് ആവുന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു. നീ വാഷ്റൂം പോയ നേരത്തെ നിവേദന വിളിച്ചായിരുന്നു ഇങ്ങനെ പാറു പ്രഗ്നന്റ് ആന്ന് പറഞ്ഞിട്ട്. ഹലോ ഗൈസ്, ഞങ്ങൾ ലേറ്റ് ആയിട്ടില്ലല്ലോ? ലേറ്റ് ആകാനോ? നോ വേ, യു ഗൈസ് ആർ ഓൺ ടൈം. അല്ല നൂസേ, നിന്റെ തലവേദന ഇപ്പൊ എങ്ങനെയുണ്ട്? തലവേദനയോ? തലവേദന കുറവുണ്ടടി. ഇവന്മാരൊക്കെ പൊക്കി അല്ലേ? ആ ഈവനിങ് കോളില് തന്നെ പൊക്കിയതാ. രാവിലെ വിളിച്ച ടൈം പനി, ഈവനിങ് വിളിച്ചപ്പോഴോ വയറുവേദന, ഇപ്പം ചോദിച്ചപ്പോൾ തലവേദന അല്ലേ? അല്ല,
അത് അത് പിന്നെ എല്ലാം മനസ്സിലായി അല്ലേ? മനസ്സിലായി. എന്തേ? സത്യം പറയാലോ, എനിക്കിതിൽ യാതൊരു പങ്കുമില്ല. ഞാൻ ഇവനോട് പറഞ്ഞതാണ് ഞാൻ വരുന്നില്ല എന്ന്. പക്ഷെ ഇവന്റെ അമ്മയും അച്ഛൻ ഇന്ന് നാട്ടിൽ വന്നെന്ന് പറഞ്ഞതുകൊണ്ട്, ഇവനിന്ന് ഡ്യൂട്ടി ഇല്ലാന്ന് പറഞ്ഞതുകൊണ്ട്, ഒരു ഡേറ്റിന് പോകാന്ന് പറഞ്ഞതുകൊണ്ട്, എന്നെ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനിന്ന് ലീവ് എടുത്തതും നിങ്ങളോട് കള്ളം പറഞ്ഞതും ഒക്കെ ഇവൻ പറഞ്ഞാണ്. എനിക്കിതിൽ യാതൊരു ബന്ധവുമില്ല. അത് മക്കളെ, അമ്മയച്ഛന് നാട്ടിൽ വന്നപ്പോ അവർക്ക് ഇവളെ കാണണമെന്ന് പറഞ്ഞപ്പോ, അവർക്ക് ലീവ് കുറവാന്ന് പറഞ്ഞപ്പോ, പിന്നെ എനിക്കിന്ന് ഓഫ് ആയത് കൊണ്ടും കുറേയായി ഡേറ്റിന് പോയത് കൊണ്ടും ക്ഷമിക്കണം, കൊല്ലരുത്. അത് പറയാൻ പറ്റത്തില്ല. കൊല്ലണ്ടെങ്കിൽ അമ്മയും അച്ഛനും കൊണ്ടുവന്ന എല്ലാ ചോക്ലേറ്റ്സും നാളെ വീട്ടിലെത്തിച്ചിരിക്കണം. അപ്പം ഇപ്പം പറഞ്ഞത് കൺസിഡർ ചെയ്യാം. ഓക്കെ? ഉറപ്പായിട്ടും അമ്മയച്ഛനും കൊണ്ടുവന്ന എല്ലാ ചോക്ലേറ്റ്സും എല്ലാവരുടെ വീട്ടിലും ഞാൻ കൃത്യമായി വീതിച്ചെത്തിച്ചെന്നോളാം. ഒന്നുപോലും ഞാൻ എടുക്കൂല. അമ്മ സത്യം, എന്നെ ജീവനോടെ വിട്ടാ മതി. ഔ, ചിരിച്ചല്ലോ, സമാധാനായി. അല്ല, ഇതേതേ കുട്ടി? ഞാനിതുവരെ കണ്ടില്ലല്ലോ. നിങ്ങളുടെ ഫ്രണ്ടാ? ഇവളെ നിനക്കറിയില്ലേ? ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഇവളെ അറിയില്ല എന്ന് പറഞ്ഞത് മോശമാണ് കേട്ടോ. മലയാളി ആക്ട്രസ് എങ്ങനാണോ? സോറി കേട്ടോ കുട്ടി, ഞാനിപ്പോ അങ്ങനെ മലയാളം സിനിമാസ് ഒന്നും കാണാറില്ല. ഇവളെ ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയത് എന്നാണോ അന്ന് തൊട്ട് ഞാൻ ഈ കൊറിയൻ ഡ്രാമ, ചൈനീസ് ഡ്രാമ, ഇങ്ങനെയുള്ള കുറെ ഡ്രാമ മാത്രമേ കാണാറുള്ളൂ. മലയാളം സിനിമാസ് തന്നെ കണ്ടിട്ട് കുറേയായി. അതുകൊണ്ട് ഇപ്പോ മലയാള ഇൻഡസ്ട്രിയിൽ പുതിയ ഏതെങ്കിലും ആക്ട്രസോ ആക്ടേഴ്സോ വന്നോന്ന് പോലും എനിക്കറിയില്ല. കുട്ടിയുടെ പേരെന്താ? കുട്ടി ഏത് സിനിമയിൽ അഭിനയിച്ചത്? ആടാ, ഇത് ഫിലിം ആക്ട്രസ് തന്നെയാണ്. ഇവളുടെ പേര് നന്ദന. ഇവൾ അഭിനയിച്ച മൂവി പെൺ താൻ തോന്നി എന്ന് പറയുന്ന മൂവിയാണ്. അത് നമ്മുടെ പൃഥ്വിരാജിന്റെ സിനിമയല്ലേ പണ്ടത്തെ? എടാ പൊട്ട, അത് താൻ തോന്നി. ഇവൻ പറഞ്ഞത് പെൺ താൻ തോന്നി. ഇത് ഫീമെയിൽ വേർഷൻ. പൃഥ്വിരാജിന്റെ മൂവിന്റെ ഫീമെയിൽ വേർഷൻ ആണിത്. ഓ അതെ അല്ലേ. അല്ല, ഈ സിനിമ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കണോ അല്ലെങ്കിൽ OTT റിലീസ് ചെയ്തോ? OTT റിലീസും ചെയ്തിട്ടില്ല. ഇതിപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുക. പിന്നെ ഈ സിനിമക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് എല്ലാ തിയേറ്ററിലൊന്നും ഓടൂല. ഇത് ആകെ ഒരൊറ്റ തിയേറ്ററിലേ ഓടുന്നുള്ളൂ. അത് കൃഷ്ണപുരം തിയേറ്റർ എന്ന് പറയുന്ന തിയേറ്ററിൽ മാത്രമേ ഇത് ഓടുന്നുള്ളൂ കേട്ടോ. കൃഷ്ണപുരം എവിടെയോ നല്ല കേട്ടുപരിചയമുണ്ട്. എടാ, നീ ഈ തിയേറ്ററിൽ കുറെ തവണ വന്നേന്, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ കേട്ടുപരിചയമുള്ള പോലെ തോന്നുന്നത്. എന്ത് ചെയ്യാൻ, ഇപ്പം മറവി കുറച്ച് കൂടുതലാണ്, അതുകൊണ്ടാ. എന്തായാലും കുട്ടി, നമുക്കൊരു സെൽഫി എടുക്കാം. എനിക്ക് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യാന് ഫസ്റ്റ് ടൈമാണ് സെലിബ്രിറ്റീനെ ഇത്ര അടുത്ത് കാണുന്നത്, അതുകൊണ്ടാ. മോളെ അനൂസൻ, പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ ശരിക്കും മേക്കോ ഈ ചതുര തന്നെയാ. പോവാണെന്ന്. അതെ, ഇവിടെ എങ്ങനെ നിൽക്കാനാണോ എല്ലാരും വന്നത്? ഫുഡൊന്നും ഓർഡർ ചെയ്യുന്നില്ലേ? അല്ല, ഇതിക്കും ദോശയോ ഓംലേറ്റും തന്നെയല്ലേ? വേറൊന്നും വേണ്ടാലോ? അത് മാത്രല്ല, മുളകാ ബജിയും കോളിഫ്ലവർ ബജിയും കൂടി വേണോ? ചേട്ടാ, എല്ലാവർക്കും ഓരോ പ്ലേറ്റ് ദോശയും പിന്നെ ഓംലേറ്റും, അതുപോലെ തന്നെ ഒരു സെറ്റ് മുളകാ ബജിയും കോളിഫ്ലവർ ബജിയും കൂടിയും വെച്ചോളെ.
എന്ത് ബോറും ക്ലാസ് ആയിരുന്നു ഇന്ന്. ഇവർക്ക് ഇങ്ങനത്തെ ബോറ് ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഉച്ച വരെ അങ്ങനെ എടുത്താൽ പോരെ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ചങ്ങായിനെ സഹിക്കാന്ന് പറഞ്ഞാല് ഞമ്മളല്ലേ വലിയ എന്താ പറയാ, വലിയ വലിയ ആരവാണ് ഇങ്ങനെ അയാളൊക്കെ സഹിക്കുന്നതില്. സത്യം. എന്തായാലും എന്താ ഇന്നത്തെ കോട്ട കഴിഞ്ഞാലോ, ഇനി നാളെ. എൻ്റെ പൊന്നാനൊക്കെ മടുത്ത് ഒരാവശ്യമില്ലാണ്ട MBBS ഏട്ടനെ പോലെ ഡോക്ടർ ആവണം എന്ന് പറഞ്ഞ് MBBS എടുത്തത് വേസ്റ്റ്. അവസ്ഥയായിപ്പോയി. അല്ലടാ, നീ എങ്ങനെ പോന്നേ? ഇന്ന് വിച്ചുമില്ലാലോ. ഏട്ടന്മാരെ കൂട്ടാൻ വരുമോ അല്ലെങ്കിൽ നീ ഒറ്റക്ക് പോന്നെയോ? ഏട്ടന്മാരെ കൂട്ടാൻ വരുവാടാ. ഇന്ന് എവിടെയോ പുറത്തെവിടെയോ പോകാനുണ്ടെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് അവരെ കൂട്ടാൻ വരും. ഓ അങ്ങനെയാണല്ലേ. എന്നാടാ ഞമ്മള് പോട്ടെ. നീ ഏട്ടന്മാര് വന്നിട്ട് പോകില്ലേ? ബായ് എന്നാ. എടാ അക്ഷത, നിന്നെ ഏതാ സാവിത്രി മാം അന്വേഷിക്കുന്നത്? സാവിത്രി മാമോ? എന്നെയോ? എന്തിന്? എന്തിനാന്നും അറിയില്ല, നിന്നെയും കൂട്ടി ചെല്ലാനാ പറഞ്ഞത്. വായോ. ഓ അങ്ങനെയാണോ ചേച്ചി? അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ്, ഞാനൊന്ന് എൻ്റെ ഏട്ടനെ വിളിച്ചോട്ടെ. ഏട്ടനെ കൂട്ടാൻ വരുന്നുണ്ടായിരുന്നു. ഞാൻ സാവിത്രി മാമിനെ കണ്ടിട്ടാ വരുവാന്ന് പറയാൻ. എടാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിന്റെ ഏട്ടനെ എത്തുന്നേക്ക് എന്തായാലും സാവിത്രി മാമിനെ കണ്ടിട്ട് പോവാ. എന്തൊരു കാര്യം തരാൻ വേണ്ടിയിട്ടാ, വേറൊന്നുമല്ല. ഓ ഓക്കെ ഓക്കെ, എന്നാ ശരി ചേച്ചി, വാ പോവാ. ചേച്ചി മിസ് എവിടെയാണല്ലേ? മിസ് ഇതടാ ആ കാണുന്ന റൂമിലുണ്ട്, നീ വാ. ചേച്ചി ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഐ ആം സോ സോറി. ചേച്ചി ഇതെന്താ കാണിക്കുന്നത്? എന്തിനാ വാതിൽ എടുക്കുന്ന? ചേച്ചി വാതിൽ തുറക്ക്, വാതിൽ തുറക്ക് ചേച്ചി. ദൈവമേ, ഏട്ടനെ വിളിക്കാൻ വെച്ചിട്ട് റേഞ്ചും ഇല്ലല്ലോ. ഞാനിപ്പോ എന്താ ചെയ്യുക? എടാ അക്ഷയ്, ആ നടന്നു പോകുന്നത് നന്ദനയല്ലേ? നന്ദുത്തെ ഒന്നവിടെ നിന്നേ. ഇതാര്? കോളേജിലെ കിങ്സ് ആൻഡ് ക്വീൻസ് ടീം ഗാങ്ങിലെ 3 മെമ്പേഴ്സോ? അല്ല, എന്താ ഇവിടെ? ബാക്കി പടയൊക്കെ എവിടെ പോയി? അവരൊക്കെ നേരെ വീട്ടിലേക്ക് പോയിനടോ. അല്ല നീ എന്താ ഒറ്റക്ക്? ബാക്കി 2 എണ്ണം എവിടെ പോയി? അവര് വീട്ടിൽ പോയി. ക്ലാസ് ടൈം കഴിഞ്ഞില്ലേ, എനിക്ക് ചെറിയൊരു അസൈൻമെന്റ് ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അത് ഇന്ന് സബ്മിറ്റ് ചെയ്യേണ്ടതാ. അതിന്റെ ചെറിയൊരു ഭാഗം കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ ഞാനത് ഇവിടുന്ന് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചാ. ഓക്കെ, എന്നിട്ട് സബ്മിറ്റ് ചെയ്തോ? ആ അതൊക്കെ സബ്മിറ്റ് ചെയ്തു. അല്ല, ഈ 3 ഇന്ന് ഇവിടെ വരാനുള്ള കാരണം ഇതുവരെ പറഞ്ഞില്ലല്ലോ. അതെടാ, ഇന്ന് ബിച്ചൂസ് ലീവല്ലേ, പനിയായതുകൊണ്ട്. അപ്പൊ അച്ചൂസ് ഒറ്റക്കല്ലേ, അതുകൊണ്ട് ഞമ്മളെ കൂട്ടാൻ വരാന്ന് പറഞ്ഞായിരുന്നു. അവിടെ കൂട്ടാൻ വേണ്ടി വന്നതാ. ഓ ആണോ? അച്ചൂസ് അപ്പം പോയിട്ടില്ല അല്ലേ? അല്ല, അവിടെ ഇവിടെ നിൽക്കുമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതിയില്ല, ഞാൻ കൂടെ ഉണ്ടാവില്ലായിരുന്നു. എന്തായാലും ഞാനും ഇവിടെ ഒറ്റക്കല്ലായിരുന്നു. നീ ഇവിടെ ഉണ്ടാവും അവക്കും അറിയില്ല, അവള് ഇവിടെ ഉണ്ടാവും നിനക്കും അറിയില്ല, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതും ശരിയാ. അല്ല, എന്നിട്ട് അച്ചൂസ് എവിടെയാണല്ലേ? അവളെ ഞാൻ കണ്ടിട്ടൊന്നുമില്ലല്ലോ. അവള് കോളേജിന്റെ മെയിൻ ഹാളിൽ ഉണ്ടാവുന്ന പറഞ്ഞത്. കോളേജ് മെയിൻ ഹാളിലോ? ഇല്ലാലോ, ഞാനിപ്പോ ആ വഴിയാണല്ലോ വന്നത്. അവിടെ അച്ചൂസിനൊന്നും കണ്ടിട്ടില്ലല്ലോ. എന്താ, അവൾ അവിടെ ഇല്ലാന്നോ? അങ്ങനെ വരാൻ വഴി ഉണ്ടാവില്ലല്ലോ. അവൾ അവിടെ ഉണ്ടാവും പറഞ്ഞിട്ട് പിന്നെ വേറെ എവിടെയും പോവില്ല, അവിടെ തന്നെ നിന്നോളൂ. നമ്മളിപ്പോ 5 മിനിറ്റ് കൊണ്ട് എത്തുന്നു പറഞ്ഞല്ലേ. നീ കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും. ഇല്ല വിശാലായിട്ട്, അവിടെ ആരും ഇല്ല. ഒരു മനുഷ്യ കുഞ്ഞു പോലും അവിടെ ഇല്ല. എല്ലാവരും പോയിട്ടില്ലേ ഇല്ലേ? ടീച്ചേഴ്സ് ഒക്കെ സ്റ്റാഫ് റൂമിലുമാണുള്ളത്. അവിടെ ഒരാളും ഇല്ല. ഞാൻ ഇപ്പൊ ആ വഴി വന്നേയല്ലേ. അക്ഷയേട്ടാ, ഞാൻ അച്ചുവിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ. അച്ചു നേരത്തെ മെയിൻ ഹാളിൽ ഉണ്ടായിരുന്നു. അവിടുന്ന് 5th ഇയറിൽ പഠിക്കുന്ന ബൃന്ദേച്ചി സാവിത്രി മാം വിളിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് കണ്ടിനി. പക്ഷെ ഞാനിപ്പോ ചെന്നപ്പോ സാവിത്രി മാം സ്റ്റാഫ് റൂമിലുണ്ട്, 2nd ഫ്ലോറില്. നീ ഇതെന്തൊക്കെ പറയുന്ന കുട്ടി?
വൃന്ദ എന്തിനാ അവളെ അങ്ങോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യം? അല്ല പുരയ്ക്ക് അത് ആ ഭാഗത്ത് മോർച്ചറിയല്ലേ ഉള്ളത്, അവിടെ എങ്ങനെ സാവിത്രി മാം ഉണ്ടാവുക? അതൊന്നും എനിക്കറിയില്ല അക്ഷയേട്ടാ. ഞാൻ ഇന്ന് സാവിത്രി മാമിന് അവിടെയായിരുന്നു ഡ്യൂട്ടി. അപ്പൊ ഞാൻ കരുതി സാവിത്രി മാം അവിടെ ഉണ്ടാവുമെന്ന്. അതുകൊണ്ട് ഞാൻ അന്നേരം ഒന്നും നോക്കാത്ത. പക്ഷെ ഞാനിപ്പോ സെക്കൻഡ് ഫ്ലോറിൽ ചെന്ന് നോക്കിയപ്പോ മാം അവിടെ ഉണ്ട്. അപ്പൊ ഉറപ്പാ മാം അവിടെ ഇല്ല. വൃന്ദയിച്ച് വേറെ എന്തിനാ അവളെ കൂട്ടിക്കൊണ്ടുപോയത്.